ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു അട24 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മുടെ റെയിൽവേ NTPCയുടെ ഡിഫറെൻറ്റ് പോസ്റ്റിലേക്ക് വരുന്ന സാലറി ആൻഡ് അവരുടെ ജോബ് പ്രൊഫൈലാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വിശദമായിട്ട് തന്നെ അറിയാം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഓരോ പോസ്റ്റുകൾക്കുള്ളതെന്നും അതുപോലെ എത്രയൊക്കെയാണ് ബേസിക് സാലറി, അതുപോലെ ബാക്കി വരുന്ന സാലറി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സാലറി ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓരോ ലെവൽ അനുസരിച്ചിട്ടാണ് നമുക്ക് സാലറിയിൽ ആ ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പം ലെവൽ 2 ആണെങ്കിൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈം കീപ്പർ, ട്രെയിൻസ് ക്ലർക്ക്, ഇത്രയും ലെവൽ 2-നകത്ത് വരുന്നതാണ്. അപ്പം ലെവൽ 2-ന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 19,900 ആണ്. ബേസിക് പേ ആണ് 19,900 ആണ് ലെവൽ 2-ന് വരുന്ന ബേസിക് പേ. ഇനി ലെവൽ 3-ൽ വരുന്ന കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനാണെന്നുണ്ടെങ്കിൽ 21,700 ആണ്, 21,700 ആണ് ബേസിക് പേ വരുന്നത്. ഇനി ലെവൽ 4 ആയ ട്രാഫിക് അസിസ്റ്റന്റ് ആണെങ്കിൽ 25,500 ആണ്. അപ്പോൾ ഓരോ ലെവൽ അനുസരിച്ചിട്ട് ബേസിക് പേയിൽ ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബേസിക് പേ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരിക. ഇനി ലെവൽ 5-ൽ വരുന്നതാണ് ഗുഡ്സ് ഗാർഡ്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ടൈം കീപ്പർ, ഇത്രയും നമുക്ക് വരുന്നത് 29,200 ആണ്. അത് ഇത്രയും ലെവൽ 5-നകത്ത് വരുന്ന പോസ്റ്റുകളാണ്. ഇനി ലെവൽ 6-ൽ വരുന്നതാണ് കൊമേഴ്ഷ്യൽ അപ്രന്റൈസും അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററും. ഏറ്റവും കൂടുതൽ സാലറി ബേസിക് പേ ഉള്ളതും സാലറി ഉള്ളതും നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ കൊമേഴ്ഷ്യൽ അപ്രന്റൈസിനാണ് ഉള്ളത്. അതിന് 35,400 ആണ് നമുക്ക് എന്ത് വരുന്നത്, അതിന്റെ ബേസിക് പേ വരുന്നത്. അപ്പം ഓരോ ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് പേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ലെവൽ 2 ആണെങ്കിൽ 19,900, ലെവൽ 3 ആണെങ്കിൽ 21,700, അതുപോലെ ലെവൽ 4 ആണെങ്കിൽ 25,500, അടുത്ത ലെവൽ 5 ആണെങ്കിൽ 29,200, ലെവൽ 6 ആണെങ്കിൽ 35,400. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ലെവൽ അനുസരിച്ചുള്ള പോസ്റ്റുകൾക്കുള്ള ബേസിക് പേ. ഇനി എന്തൊക്കെയാണ് ഇതിന് വേറെ കിട്ടുന്ന എന്താണ് നമ്മുടെ അലവൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പെർക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ബേസിക് പേ കൂടാതെ തന്നെ നമുക്ക് ട്രാവൽ അലവൻസ് ഉണ്ടാവും, ഡിയർനെസ് അലവൻസസ് ഉണ്ടാവും, അതുപോലെ ഹൗസ് റെന്റ് അലവൻസസ് ഉണ്ടാവും, പെൻഷൻ ബെനിഫിറ്റുകൾ ഉണ്ടാവും, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ മെഡിക്കലി നമുക്ക് എന്തെങ്കിലും എന്താണ് ക്ലെയിം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെന്റ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ പെൻഷൻ വരുന്ന ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വരുമ്പോൾ നമുക്ക് ഓരോ സിറ്റി പ്രകാരം മാറിക്കൊണ്ടിരിക്കുന്ന ട്രാവൽ അലവൻസ് അതുപോലെ ഹൗസ് റെന്റ് അലവൻസ്, സിറ്റി പ്രകാരമുള്ള ട്രാവൽ അലവൻസ് ആൻഡ് ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഡിയർനെസ് അലവൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിലിനി ഓരോ ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഓരോ സിറ്റി ബേസ് ചെയ്തിട്ട് വരുന്ന ഹൗസ് റെന്റ് കാര്യങ്ങളും എത്രയാണ് അലവൻസ് കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൽ 50 lakhs എബവ് പോപ്പുലേഷൻ ഉള്ള സിറ്റീസ് ആണ്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ, പൂനെ, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, അപ്പൊ ഇങ്ങനെ വരുന്നത് ഹൈദരാബാദ്, ഡൽഹി, അപ്പൊ അങ്ങനെ വരുന്ന 50 lakhs എബവ് പോപ്പുലേഷൻ ഉള്ള സിറ്റീസിനാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ HRA 7th കമ്മീഷൻ പേ കമ്മീഷൻ അനുസരിച്ചിട്ട് 7th പേ കമ്മീഷൻ അനുസരിച്ചിട്ട് 24% ആണ് നമുക്ക് HRA വരുന്നത് കേട്ടോ. 24% ആണ് HRA വരുന്നത്. നേരത്തെ നമ്മുടെ പേ കമ്മീഷന് മുന്നേ ആണെങ്കിൽ 30% ആയിരുന്നു. ഇപ്പം 24% ആണ് നമുക്ക് HRA കിട്ടുക. അതുപോലെ അടുത്തിനി 5 to 50 lakhs പോപ്പുലേഷൻ വരുന്ന സിറ്റീസ് ഉണ്ട്. അപ്പൊ ഇത്രയും സിറ്റീസ് ഉണ്ട്, അതായത് പാട്ന, ഗുവാഹട്ടി, നെല്ലൂർ, ഗുണ്ടൂർ, വിശാഖപട്ടണം, ഗ്രേറ്റർ വിശാഖപട്ടണം, അമൃത്സർ, ജലന്ധർ, അങ്ങനെ വരുന്ന ഇത്രയും സിറ്റീസ് ഉണ്ട്. അപ്പൊ ഇത്രയും സിറ്റീസിനും കൂടി വരുന്ന ആ ഒരു 7th പേ കമ്മീഷന് ശേഷമുള്ള ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത് 16% ആണ്, 16% കിട്ടുന്നത്. മുന്നേ ആയിരുന്നുവെങ്കിൽ 20%. അപ്പം മുന്നത്തിൽ നിന്നും ഇപ്പൊ എല്ലാം 4% വീതം വെച്ച് കുറച്ചിട്ടുണ്ട്. അപ്പം 16% ആണ് എന്ത് വരുന്നത് അലവൻസ് കാര്യങ്ങൾ വരിക. ഇനി ബിലോ 50 lakhs ആണ് പോപ്പുലേഷൻ എങ്കിൽ, അതായത് ബാക്കിയുള്ള റിമൈനിങ് സിറ്റീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8% ആണ് നമുക്ക് എന്ത് വരുന്നത് ഇവിടെ ഹൗസ് റെന്റ് അലവൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് സിറ്റി പ്രകാരം വരുന്ന ഹൗസ് റെന്റ് അലവൻസ് കാര്യങ്ങളും. ഇനി സാലറി കാര്യങ്ങളും മനസ്സിലായല്ലോ. ഓരോ ലെവൽ വൈസ് ആയിട്ടുള്ള സാലറി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് എന്താ വരുന്നത് നമ്മുടെ അലവൻസ് കാര്യങ്ങളും ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിന്റെ ജോബ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ജോബ് പ്രൊഫൈൽ ആണെങ്കിൽ ആദ്യം നമുക്ക് ലെവൽ 4-നകത്ത് വരുന്ന ട്രാഫിക് അസിസ്റ്റന്റ്. അപ്പൊ അതിന്റെ ജോബ് എന്താണ്, മോണിറ്ററിംഗ് ട്രാഫിക് ആൻഡ് സിഗ്നൽ, അതായത് ട്രാഫിക് നമ്മുടെ ട്രെയിൻ ട്രാഫിക് അതുപോലെ സിഗ്നൽ ബേസ് ചെയ്തിട്ട് വരുന്ന എല്ലാത്തിനെയും മോണിറ്റർ ചെയ്യാന്നുള്ളതാണ് ട്രാഫിക് അസിസ്റ്റന്റ് ഡ്യൂട്ടി. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഗുഡ്സ് ഗാർഡ് ലെവൽ 5-നകത്ത് വരുന്നതാണ്. അത് ട്രാക്ക് ദ ഫംഗ്ഷനിങ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് അഡ്രസ് മൈനർ ഇഷ്യൂസ് ഡ്യൂറിംഗ് ദ ട്രെയിൻ മൂവ്മെന്റ്. ഇപ്പോൾ ഗുഡ്സ് ഗാർഡിന്റെ പണി എന്താണ്? അതായത് ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് ആ വെഹിക്കിളിലുള്ള അതിന്റെ ഫംഗ്ഷനിങ് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുക, അതിൽ എന്തെങ്കിലും മൈനർ ഇഷ്യൂസ് കാര്യങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുക, അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഗുഡ്സ് ഗാർഡിന്റെ ജോബ്. അതുപോലെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ 5-നകത്ത് വരുന്നതാണ്. അപ്പൊ അത് വരുന്നിട്ട് ടാസ്ക് ഓഫ് ചെക്കിംഗ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് ടിക്കറ്റ്സ്. അപ്പൊ ടിക്കറ്റിൽ വരുന്ന ആ ഒരു എന്താണ്, അതിനെ ചെക്ക് ചെയ്യുക, അതിൽ ഇനി എന്തെങ്കിലും ഇഷ്യൂ ചെയ്യുന്ന സമയത്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇഷ്യൂയിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ജോലിയാണ് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനകത്ത് വരിക. ഇനി സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലോ സൂപ്പർവൈസ് ക്ലറിക്കൽ വർക്ക് അറ്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനകത്ത് വരുന്ന ക്ലറിക്കൽ വർക്ക് കാണുമല്ലോ, അപ്പൊ അതിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്റെ ജോലി. അപ്പൊ ഇത് മാത്രമല്ല, അത് ജസ്റ്റ് ഒരു വീക്ക് ഐഡിയ പോലെ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, ഇനി ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. അത് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. ഓക്കെ, ഇനി സീനിയർ ടൈം കീപ്പർ വരുമ്പോൾ സൂപ്പർവൈസ് ദ സിങ്ക് വിത്ത് എൻറ്റയർ റെയിൽവേ നെറ്റ്വർക്ക്. അപ്പം എൻറ്റയർ റെയിൽവേ നെറ്റ്വർക്കിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് സീനിയർ ടൈം കീപ്പറിന്റെ ജോബ്. ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നവരുടെ അവരുടെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? എൻറ്റയർ റെയിൽവേ നെറ്റ്വർക്കിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സ്റ്റേഷൻ മാസ്റ്റർ ലെവൽ 6-നകത്ത് വരുന്നതാണ്. സ്റ്റേഷൻ മാസ്റ്റർ എന്താണ്? മോണിറ്ററിംഗ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ. നമുക്ക് അറിയാവുന്ന സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ട്രെയിൻ വരുന്ന സമയത്ത് അതിന് അറൈവ് ചെയ്യുന്ന ഡിപ്പാർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്, അതിനെ മോണിറ്റർ ചെയ്യുകയാണ് സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യുന്നത്. ഇനി ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലോ സീനിയർ ക്ലർക്കിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. സീനിയർ ക്ലർക്ക് എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്തു കൊടുക്കുക. ആ ഒരു ക്ലറിക്കൽ വർക്ക് എന്താണ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്റെ ജോലി. ഇനി അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിലോ, അതായത് പലതരത്തിലുള്ള അക്കൗണ്ട്സ് അല്ലേ, അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും, അതിനെ ട്രാക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്റെ ഡ്യൂട്ടി. ഇനി ജൂനിയർ ടൈം കീപ്പർ ആണെങ്കിലോ സീനിയർ ടൈം കീപ്പറിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇപ്പോൾ അറൈവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിപ്പാർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഡീറ്റെയിൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ ടൈം കീപ്പറിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജൂനിയർ ടൈം കീപ്പറിന്റെ ഡ്യൂട്ടി. ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ ഇപ്പോൾ ട്രെയിൻസിന് അല്ലെങ്കിൽ ആ ട്രെയിൻസിന്റെ കണ്ടീഷൻസിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ജനറൽ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കാണും, അപ്പൊ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ട്രെയിൻസ് ക്ലർക്കിന്റെ ഡ്യൂട്ടി. ഇനി കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിലോ CRS ആൻഡ് UTS വഴി വരുന്ന ട്രെയിൻ ടിക്കറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യാറ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പം CRS ആൻഡ് UTS ത്രൂ വരുന്ന ടിക്കറ്റ്സിനെ ഇഷ്യൂ ചെയ്യുന്ന റെസ്പോൺസിബിൾ ആർക്കാണ്? കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഇതിനകത്തുള്ള ജോബ് പ്രൊഫൈൽ ആൻഡ് സാലറി ഡീറ്റെയിൽസ് വരെ. അപ്പൊ സാലറി ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു, അലവൻസ് കണ്ടു, എന്തൊക്കെയാണ് അവരുടെ ജോബ് കാര്യങ്ങളും എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ NTPCക്ക് വേണ്ടിയിട്ടും SSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിളിൽ പോവുക, അവിടെ 24/7 മലയാളം കൊടുക്കുക, അതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ലിങ്ക് തന്നെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൈവ് ബാച്ചസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിരിക്കും. അതിൽ നിങ്ങൾക്ക് കേരള മെഗാ പാക്കിൽ വേണമെങ്കിലും കയറാം. അതല്ല സെപ്പറേറ്റ് ആയിട്ട് ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റെയിൽവേ ബാച്ച് 2 നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. June 7th ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ റെയിൽവേ ബാച്ച് 2ലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ 220 അവേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സും 10 ഇ ബുക്കുകളും അവൈലബിൾ ആണ്.
ഇതിന്റെ റിയൽ പ്രൈസ് വന്നിട്ട് 2352 ആണ് പ്രൈസ് വരിക. അപ്പോൾ ഇത് ഫുള്ളി ഒരു ലൈവ് ഇന്ററാക്റ്റഡ് ക്ലാസ്സസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് വീഡിയോസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ബൈ നൗ കൊടുത്തിട്ട് ഇവിടെ കൂപ്പൺ കോഡ് കൊടുക്കുക. കൂപ്പൺ കോഡ് കൊടുക്കുമ്പോൾ Y340 കൂപ്പൺ കോഡ് കൊടുക്കുക. Y340 കൂപ്പൺ കോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 1952 ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 17% ഓഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂപ്പൺ കോഡ് Y340 യൂസ് ചെയ്യുക കേട്ടോ ബാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ റെയിൽവേയുടെ ടെസ്റ്റ് സീരീസ് പാക്കുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് സ്റ്റഡി മെറ്റീരിയൽ കൊടുത്താൽ മതി. സെക്കൻഡ് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ലൈവ് ക്ലാസ് നമുക്കിങ്ങനെ എന്താണ് ആക്സസ് ചെയ്യാം. അതുപോലെ ടെസ്റ്റ് സീരീസുകൾ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ഇ ബുക്സ് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. ബുക്സ് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ലൈവ് ക്ലാസ് ആണെങ്കിൽ കൂപ്പൺ കോഡ് Y340 ടെസ്റ്റ് സീരീസ് ബുക്സ് ഇ ബുക്സ് ആണെങ്കിൽ Y340 യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.